മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് കാലത്ത് തന്നെ നമ്മുടെ 2 ഏഞ്ചൽസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, എൻ്റെ റോസ് കോട്ട്സ് ഏഞ്ചൽ വന്നിട്ടുണ്ട്. ഓക്കെ, റോസ് കോട്ട്സ് ഫസ്റ്റ് പൈൽ റോസ് കോട്ട്സ് ഏഞ്ചൽ. ഓക്കെ, സെക്കൻഡ് പൈൽ നമ്മുടെ റെഡ് കളർ കാർണീലിയൻ സ്റ്റോൺ ആണ്, കാർണീലിയൻ ഏഞ്ചലാണ്, റെഡ് ഏഞ്ചൽ. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ഷോർട്ട് ഗൈഡൻസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പോൾ മനസ്സിലുള്ള എന്താണെന്ന് നോക്കും ഞാൻ, ആൻഡ് അത് നടക്കോ ഇല്ലേ എന്ന് ഡിവൈൻ ടൈം ഒറാക്കിൾ വെച്ചിട്ട്. ഓക്കെ ഓക്കെ, ഡേറ്റും ടൈമും കൂടി ഞാൻ തരാം. ലെറ്റ്സ് സീ. ഓക്കെ, ഡേറ്റും കൂടി എടുക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ 2 പൈലുണ്ട്. സോ പൈൽ 1 പൈൽ 2 ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നമുക്ക് കാർഡിൽ കിട്ടുമോ നോക്കാം. ഒന്നാമത്തെ കാര്യം മാച്ച് ആവുമോ നോക്കാം, ആൻഡ് അത് നടക്കുമോ അല്ലെങ്കിൽ തന്നെ കേട്ടോ, നിങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിലും ശരി, അത് നടക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അത് എപ്പോൾ നടക്കും എന്നുള്ളത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും പോകില്ല. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ 1 പൈൽ 2. ഓക്കെ, പൈൽ ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന ഇഷ്ടം അല്ലേ. ഓക്കെ, സോ പൈൽ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിൽ നിങ്ങൾ പുറത്ത് പറയുന്നുണ്ടാവാം, പറയാതിരിക്കുന്നുണ്ടാവാം, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം? അത് കൂടുതൽ കാർഡ്സ് മേടിക്കില്ല, ബിക്കോസ് നമ്മൾ ഒരാഗ്രഹത്തിനെയാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. റോസ് കാർഡ്സ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗോസിപ്പിനെ കുറിച്ചാണല്ലോ കാണുന്നത്. ഒരു ഗോസിപ്പാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ഗോസിപ്പ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് പറയാ. ഇത് എത്ര പേർക്ക് മാച്ച് ആവും എന്നറിയില്ല. ഓക്കെ, എനിക്ക് കാരണം ഞാൻ ഒന്നാമത് കൂടുതൽ കാർഡ്സ് അല്ല എടുക്കുന്നത്, കൂടുതൽ ഓപ്ഷൻസ് അല്ല പറയുന്നത്. ഓക്കെ, ഇത് മാച്ച് ആവുന്നില്ല തോന്നിയാൽ മറ്റേ പൈലൂടെ ഒന്ന് കണ്ടുപോയിക്കോളൂ, ഇല്ലെങ്കിൽ സോറി, മേ ബി നിങ്ങളുടെ റീഡിംഗ് ഇന്നായിരിക്കില്ല. ഓക്കെ, ഇന്നിവിടെ ഇത് കാണുന്നത് മെയിനായിട്ട് എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ആരോ എന്തോ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇടപെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അതിപ്പോൾ ഏത് തരത്തിലും ആവാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഗോസിപ്പ് പറയുന്നതായിരിക്കാം, ഇല്ലാത്തത് പറയുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആരോ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ അതിന് നിങ്ങൾക്ക് പക്ഷേ മാറ്റം വരും. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ആ കാര്യം നിങ്ങൾക്ക് സോൾവ് ആവും എന്നുള്ളതാണ്. ഓക്കെ, ഗാർഡൻ ആണ് ഇവിടെ ലാസ്റ്റ്. ഗാർഡൻ പറയുമ്പോൾ ആക്ച്വലി ഇതും നമുക്ക് മെസ്സേജാണ്. മേ ബി നിങ്ങൾ അറിഞ്ഞു കാണാം, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണാം. നിങ്ങളുടെ മനസ്സിൽ അത് ഒരുപാട് വിഷമമുണ്ടാവും. മേ ബി ന്യായം വെയിറ്റ് ചെയ്യാതിരിക്കാം നിങ്ങൾ. ഓക്കെ, ദറ്റ് ഈ കാര്യങ്ങളൊന്ന് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അത് എന്താ പറയുക, ന്യായം വേണം നിങ്ങൾക്ക് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. സോ മെസ്സേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഗാർഡൻ ആണ്, ഫൈനൽ ഔട്ട്കം നമുക്ക് ഗാർഡൻ ആണ്. സോ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരും എന്ന രീതിക്ക് എടുക്കാം. ഹാപ്പിനെസ് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ സോൾവ് ആയിട്ട് വരും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, മേ ബി മനസ്സിൽ നിങ്ങൾക്ക് അത് ഒരുപാട് വിഷമം കിടക്കുന്നുണ്ടാവാം, അതുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ആരെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടതായിരിക്കും, നിങ്ങളുടെ ലൈഫിലുള്ള ഏതെങ്കിലും വ്യക്തി. ഇപ്പോൾ സപ്പോസ് ഓക്കെ അങ്ങനെയും എടുക്കുക, അത് ഗോസിപ്പ് മാത്രം ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ കരിയറിലാവാം, ജോലി സ്ഥലത്താവാം, ഫാമിലിയിലാവാം, റിലേഷൻഷിപ്പിലാവാം, എവിടെയാവാം. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒന്നല്ല ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരും ഉണ്ടാവാം. അതാണ് ഞാൻ ഗോസിപ്പ് എന്നും പറഞ്ഞത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വ്യക്തിയായാലും ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ കൂടെ നിന്ന് നമ്മൾ ചതിക്കുക എന്ന് പറയില്ല, ആ തരത്തിൽ ഇവിടെ കറണ്ട് തിന്നുന്ന പോലെയാണ്. വീട്ടിൽ എലി കയറിയിട്ടെല്ലാം കറണ്ട് തിന്ന് നശിപ്പിക്കുന്ന പോലെയാണ്. സോ അങ്ങനെ നിങ്ങളുടെ മനസ്സമാധാനം നശിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലോസ് വന്ന് കാണാം, ഫൈനാൻഷ്യൽ ലോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ കളവ് പോകുക, എന്ത് തന്നെയായാലും ഓക്കെ, ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും ഇടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക, ആ രീതിക്ക് തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി എനർജി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈക്ക് ഗോസിപ്പ് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയായിരിക്കാം. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതിൽ പക്ഷേ സോൾവ് ആവും എന്ന രീതിക്കാണ്. ഓക്കെ, ഇത് എന്തിനെ റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഗൈഡൻസ്. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അതിന് നല്ല സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സ്റ്റേബിൾ. ഇവിടെ നിങ്ങളോടുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് യെസ് നിങ്ങൾക്ക് ജയിക്കും, നിങ്ങൾ ഓവർകം ചെയ്യും, നിങ്ങൾ മൗണ്ടൻ ഓവർകം ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും, നിങ്ങളത് സോൾവ് ആയി കിട്ടും. എൻ്റെ ഇവിടെ ഒരു സോൾമേറ്റ് കാർഡ് ഉണ്ട്.
ക്ലൗഡ്സ് ക്ലിയർ ആവുന്നുണ്ട്. യെസ്, ഓക്കെ. എവിടെയോ ഇത് കാര്യങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ നിങ്ങൾ തമ്മിൽ ബെറ്റർ ആയിട്ട് വരും, സിറ്റുവേഷൻ ബെറ്റർ ആവും. അത് ഓൾറെഡി ഇവിടെ കണ്ടിരുന്നു, ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കൺഫേം ചെയ്തത് മാത്രം. നിങ്ങളോട് ഇവിടെ ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് പറയാം ദാറ്റ് തൽക്കാലം നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കാം. ഓക്കെ, നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട. ബിക്കോസ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് സപ്പോസ് ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളൊന്നും പറയാനോ ചെയ്യാനോ പോവാതിരിക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഗാർഡൻ ആൻഡ് ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ശരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. ഓക്കെ, ഇതൊക്കെ ഒന്ന് മാറി ശരിയാവും കാര്യങ്ങൾ. ഓക്കെ, അല്ല ഇപ്പോൾ ജോലിയിലോ കരിയറിലോ എവിടെയായാലും ശരി, ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഓക്കെ, ആ പറയുന്ന ഒന്നും നിങ്ങളെ തട്ടില്ല, മനസ്സിലാക്കി, ഉറപ്പാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ഒരിക്കലും നിങ്ങളെ അത് ബാധിക്കില്ല. ഓക്കെ, സിറ്റുവേഷൻ മാറി വരും. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ യെസ് നിങ്ങൾക്ക് പേഴ്സണുമായിട്ട് കാര്യങ്ങൾ ശരിയാവും എന്ന് പറയാം. ഓക്കെ, ഇവിടെ റോങ് ആയിട്ടൊന്നും എനിക്ക് മൗണ്ടൻ ഉണ്ടായിരുന്നു. യെസ്, ഒരു പ്രശ്നങ്ങളുണ്ട് ഇവിടെ, പക്ഷെ ആ പ്രശ്നങ്ങൾ സോൾവ് ആയിട്ട് വരും. ഓക്കെ, ഏത് കാര്യത്തിലായാലും കേട്ടോ, റിലേഷൻഷിപ്പ് ആയാലും ശരി, എന്ത് കാര്യത്തിലായാലും ശരി, അത് സോൾവ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. പേഴ്സൺ ആണെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പേഴ്സൺ തിരിച്ചു വരും. ജോലി സ്ഥലത്ത് ആ പ്രശ്നമാണെങ്കിൽ അതും നിങ്ങൾക്ക് സോൾവ് ആവും. ഓക്കെ, എപ്പോഴൊക്കെയാണ് ഇതൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുക എന്ന് നോക്കാം. നിങ്ങൾക്ക് ആ ന്യായം ആഗ്രഹിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. സോ ആ ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല എന്ന് കേട്ടോ. ഐ തിങ്ക് കുറച്ച് സ്പെസിഫിക് ആൾക്കാർക്കായിരിക്കാം മെസ്സേജ്. അതൊന്നും എന്താ എടുക്കാൻ തോന്നിയെന്നറിയില്ല. റിലീസ് ഓൾ എക്സ്പെക്ടേഷൻസ്, ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന പോലെയുണ്ട്, കണ്ടില്ലേ? റിലീസ് ഓൾ എക്സ്പെക്ടേഷൻസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. മോർ പേഷ്യൻസ്, ട്രസ്റ്റ് ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ വെൻ ദ റൈറ്റ്. ഓക്കെ, സോറി, നിങ്ങൾക്ക് ടൈമിംഗ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നില്ല. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ സോൾവ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, നിങ്ങളത് എപ്പോൾ സോൾവ് ആവുക എങ്ങനെ മാറും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞ ക്ഷമ വേണം. ഓക്കെ, നല്ലോണം ക്ഷമ വേണം ഇവിടെ, നിങ്ങൾക്കത് ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കും തോറും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് ഗോ ചെയ്യുക, ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ജോലി സ്ഥലത്തായാലും റിലേഷനിലായാലും നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. ഫോർഗീവ്നെസ് ആണ് ഇവിടെ വേണ്ടത് മെയിനായിട്ട്. എനിക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് അത് ഫീൽ ചെയ്തു. ഫോർഗീവ്നെസ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളത് മാപ്പ് കൊടുത്ത് വിട്ട് കളയുക. ആ സിറ്റുവേഷൻ മനസ്സെന്ന് വിട്ട് കളയുക. ഓക്കെ, ട്രസ്റ്റ് ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ വെൻ ദ ടൈം ഇസ് റൈറ്റ്. ഓക്കെ, ഈ റൈറ്റ് ടൈം എപ്പോഴാണ് വരിക? റൈറ്റ് ടൈം വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ആദ്യം അതിനുള്ള ലൈക്ക് വേറെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ആരെങ്കിലും നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ കാണുന്നുണ്ട്, ദൈവം നമ്മളെ കാണുന്നുണ്ട്, അത്ര മതി. ഓക്കെ, സോ അത് ഓട്ടോമാറ്റിക്കലി സോൾവ് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ നിങ്ങളോട് തൽക്കാലം പറയുന്നത് റിലീസ് ഓൾ എക്സ്പെക്ടേഷൻസ് ആൻഡ് പേഷ്യൻസ് അവിടെ ഇരിക്കുക. ഓക്കെ, ട്രസ്റ്റ് വെക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. എല്ലാം നടക്കും, കാര്യങ്ങൾ അതിൻ്റെതായ സമയത്തിൽ അതെല്ലാം ശരിയായി വരും എന്നാണ് പറയുന്നത്. ഒരു കാർഡ് കൂടി ലാസ്റ്റ്, എന്തെങ്കിലും ഒരു ടൈമിംഗ്, നോ സോറി, ഒട്ടും തരുന്നില്ല. മാക്സിമം ഓക്കെ ഫെബ്രുവരി മാർച്ച്, അതിപ്പോഴത്തെ സമയമാണല്ലോ. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇവിടെ വരെയുള്ളൂ. സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺ ടൈം ഫ്രെയിം, ഒബ്സസിങ് ക്രിയേറ്റ്സ് ബ്ലോക്സ്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ഒബ്സസീവായിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, സമയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ ശരിയായിക്കോളും, ബെറ്റർ ആവും, ഡെഫിനറ്റ്ലി ബെറ്റർ ആവും. നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥന ചെയ്യുക. ഓക്കെ, ഫർഗീവ്നെസ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട്, ഫർഗീവ്നെസ്സിൻ്റെ പ്രെയർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം പലതും ഉണ്ട്. നിങ്ങൾ ഹിന്ദുസ് ആണെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ലൈക്ക് നമ്മുടെ ശിവൻ്റെ ഒരു ക്ഷമാ പ്രാർത്ഥനയുണ്ട്. ഓരോ ഇതുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കിട്ടും. ക്ഷമാ പ്രാർത്ഥനകളെന്ന് പറഞ്ഞൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഫോർഗീവ്നെസ് പ്രെയർ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളത് പറയാം. ഓക്കെ, അവരോട് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഓക്കെ, നമ്മൾ അവരെ തിരിച്ചൊന്നും പറയാനോ ചെയ്യാനോ ഒന്നും പോവാതിരിക്കുക. അതുപോലെ അവർ നമ്മളോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഡേറ്റോ മാസമോ ആയിട്ട് നമുക്ക് കണക്ഷൻ ഇതിൽ കിട്ടും എന്തെങ്കിലും. അപ്പോൾ ഓക്കെ, 4 ഉണ്ട്, 8 ഉണ്ട്. 4 എന്ന് പറയുമ്പോൾ ഏപ്രിൽ ആവാം മേ ബി. ഓക്കെ, 8 ഓഗസ്റ്റ് ആവാം നമുക്ക്, അല്ലെങ്കിൽ 4 എന്നുള്ള ഡേറ്റിലായിരിക്കാം, 8 എന്നുള്ള ഡേറ്റ് ആയിരിക്കാം. നിങ്ങളുടെ വയസ്സാവാം 48 കുറച്ച് പേർക്ക്. ഓക്കെ, 4 and 8. സോ ഒന്നുമില്ലെങ്കിൽ ഏപ്രിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓഗസ്റ്റ്. ഓക്കെ, ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, ബിക്കോസ് ഇതിൽ നിങ്ങൾക്ക് ടൈം ദൈവം തരാൻ ആഗ്രഹിക്കുന്നില്ല. സോ നമ്മൾ കൂടുതൽ എടുക്കണ്ട. നിങ്ങളോട് പറയുന്നത് ഐ തിങ്ക് ഇതിവിടെ മെയിനായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ എപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യുമോ അപ്പോഴേ അതിൻ്റെ ന്യായം നിങ്ങൾക്ക് വരും. ഓക്കെ, സോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്നുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. എനിവേ, അതൊരു ലെറ്റ്സ് സീ. ഫൈൽ 2 പേർക്ക് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം, ലൈക്ക് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന എന്താണ്? ഓക്കെ,
ഓക്കെ. ഫസ്റ്റ് പൈൽ കണ്ടിട്ട് നിങ്ങൾ വന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം ആൻഡ് അതിനെ നോക്കാം. ലെറ്റ്സ് സീ എപ്പം നടക്കും നോക്കാം. ഓക്കെ ഓക്കെ, ലോയൽറ്റി, വെരി നൈസ്. അഗെയിൻ ഗാർഡൻ. ഫസ്റ്റ് പൈലുകാർ ഐ തിങ്ക് ഇവിടെയും വന്നിട്ടുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഫസ്റ്റ് പൈലിൽ എനിക്കറിയാൻ അത്രയും ക്ലാരിറ്റി കിട്ടിയില്ല. ഓക്കെ, ഫസ്റ്റ് പൈലുകാരൻ്റെ ഇത് കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ലെറ്റ്സ് സീ. നിങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടട്ടെ എന്തായാലും. ഇത് നേരത്തെ ഉണ്ടായിരുന്നു ബോട്ടം ഓഫ് ഡെക്ക്. വെരി ഗുഡ്. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, ഫസ്റ്റ് പൈലുകാർ റിപ്പീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കാം ഇത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോയൽ ആയിട്ടൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിലും സെക്കൻഡ് പൈൽ മാത്രം കാണുന്നവരായാലും ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ ഓക്കെ അവർ ലോയൽ ആണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതാണ് ഐ തിങ്ക്. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മേ ബി ഇപ്പോൾ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ഓക്കെ, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാതെ അവർ നിങ്ങളോട് ലോയൽ ആണോ, ഓക്കെ, നിങ്ങൾ ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവരെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാം. ഇവിടെ പറയുന്നത് യെസ്, ട്രസ്റ്റ് ചെയ്യാം, 100% ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്, സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കി കാണാം. ബട്ട് ഇവിടെ ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനൊക്കെ വന്ന് കാണാം, മേ ബി അകൽച്ച ഉണ്ടാവാം. ബട്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യാം. ആ വ്യക്തി നിങ്ങളുടെ ഒരു ലോയൽ സോൾമേറ്റ് ആണ് നിങ്ങളുടെ. ഓക്കെ, ഓക്കെ, പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് വരും. ഓക്കെ, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ക്ലാരിറ്റി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ ക്ലാരിറ്റി വരും. നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളോട് ഒരുപാട് ലോയലാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പൈൽകാർ കണ്ടു വന്നവരാണെങ്കിൽ ഞാൻ അതിനൊന്ന് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതിൽ കണ്ട സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സോൾവ് ആവും. ഓക്കെ, അത് സോൾവ് ആവും തീർച്ചയായിട്ടും. നിങ്ങളുടെ ലോയൽറ്റി മറ്റുള്ളവർ മനസ്സിലാക്കും, അതായത് നിങ്ങളെങ്ങനെയാണ് എന്നുള്ള മറ്റുള്ളവർ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ആ വ്യക്തിയെ. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ പക്ഷേ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരിക്കാം. സോ ഫസ്റ്റ് പൈലുകാർക്ക് ഞാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. അല്ലാത്തവർക്ക് ഓക്കെ, നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആരെയാണോ നിങ്ങൾ ആലോചിക്കുന്നത്, മേ ബി ആ പേഴ്സൺ ഒന്ന് അല്പം മാറി നിൽക്കുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ സിറ്റുവേഷൻ മാറി വരും. ഓക്കെ, നിങ്ങൾക്കിവിടെ പേഴ്സണുമായിട്ട് ലക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരുന്നു എന്ന രീതിക്കാണ്. 4 ലീഫ് ക്ലോർ ആണ്, സോ ഭാഗ്യം എന്ന രീതിക്കാണ് നമ്മൾ പറയാം. ഓക്കെ, ലക്ക് നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഓക്കെ, ഈ പേഴ്സണിനെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു സോൾമേറ്റ് ആയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും സംശയം വേണ്ട, നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. വളരെ സ്നേഹത്തോടെ നിങ്ങൾ പേഴ്സൺ സ്നേഹത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ യെസ് അവർ വളരെ ലോയലാണ് നിങ്ങളോട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അകൽച്ച വന്നു, സെപ്പറേറ്റ് ആയി പോയി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വീണ്ടും ശരിയാവും. നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവും. പേഴ്സൻ്റെ മെസ്സേജ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആവും. കാര്യങ്ങൾ മറിഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ഐ തിങ്ക് അറിയാതിരുന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ബട്ട് അതെല്ലാം മാറി വരും. മെസ്സേജ് വരുന്നതായിട്ട് വീണ്ടും കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് പൈൽ വളരെ സിമ്പിളാണ്. മേ ബി ഫസ്റ്റ് പൈൽക്കാരുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഫസ്റ്റ് പൈൽ നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടോളൂ. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ മാത്രമാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചോദിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളോട് ലോയലാണ്. ഇപ്പം നിങ്ങൾ സപ്പോസ് സെപ്പറേഷൻ ആണെങ്കിൽ എപ്പോൾ തിരിച്ചു വരും, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ബെറ്റർ ആവും എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇതിലധികം പറയാനില്ല, സോറി. ഇവിടെ നിങ്ങൾ ലോയൽറ്റിയെ കുറിച്ച് ചോദിക്കുന്ന പോലെയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവർ ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ലക്കും ഭാഗ്യവും സ്നേഹവും എല്ലാം കൊണ്ടും ഓക്കെ, ഏത് കാര്യത്തിലായാലും, ജോലിയിലായാലും, വീട്ടിലായാലും, ഫാമിലി ആയാലും, ഫ്രണ്ട് ആയാലും, റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ ഓക്കെ, നിങ്ങൾക്ക് വളരെ ലോയലായിട്ടൊരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ വ്യക്തി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചറും എനിക്ക് കാണുന്നുണ്ട്. സെപ്പറേഷൻ ഉണ്ടെങ്കിൽ എപ്പോൾ തിരിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എപ്പോൾ സിറ്റുവേഷൻ ബെറ്റർ ആവും നോക്കാം. വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്, 1-2 ദിവസം കൊണ്ട് തന്നെ നടക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, നിങ്ങൾ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇവിടെ അതാ വേണ്ട, ട്രസ്റ്റ് വെക്കാം. ആൻഡ് ട്രസ്റ്റ് ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ വെൻ ദ റൈറ്റ് ഇസ്. ഓക്കെ, അറൗണ്ട് മാർച്ച് ഓൾറെഡി ഇപ്പം നമ്മുടെ നടക്കുന്നുണ്ട്. സോ ഇപ്പം തന്നെയാണ്. സോ ഇമ്മീഡിയറ്റ്ലി ഓക്കെ, ഇതധികം സമയം എടുക്കില്ല. ഇറ്റ് ഈസ് കമ്മിങ് ഫോർ യു ഡെഫിനറ്റ്ലി. ഓക്കെ, സോ നിങ്ങൾ ടെൻഷൻ വേണ്ട. ഇവിടെ വെയിറ്റ്, ജസ്റ്റ് നിങ്ങൾ ട്രസ്റ്റ് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ആ പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ട്രസ്റ്റ് വെക്കുക. നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പോ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഡേറ്റോ അല്ലെങ്കിൽ മന്തോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അഗെയിൻ 8 and 3. ഇത് 3 മാർച്ച് നമ്മളുടെ ആക്ച്വലി ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല എന്ന് മാത്രം, ഇവിടെ ഓഗസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ 8 ഐ തിങ്ക് ഫസ്റ്റ് പൈൽക്കാർ തന്നെയാണ് ഇത് റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവുക. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിലെങ്കിലും ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സോ
അപ്പോൾ ഓഗസ്റ്റ് ടൈം അല്ലെങ്കിൽ മാർച്ച് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് നടക്കാനുള്ള സാധ്യതയാണ്. മാക്സിമം ആണ് ഓഗസ്റ്റ് കേട്ടോ. ഓക്കെ, ഇപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഇറ്റ് ഈസ് കമ്മിങ് ഫോർ യു എന്ന് പറയുന്നുണ്ട്. വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സും പറയുന്നുണ്ട്. സോ 3 നമുക്ക് ഡേറ്റ് ആവാം. എനിക്ക് 3 എന്നുള്ള ഡേറ്റ്, അതായത് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ഏപ്രിൽ 3 ആവാം. ഇനിയിപ്പോൾ 3 ഇവിടെ ഉണ്ടോ, 2+1 3 21 ആവാം അല്ലേ, 21 ആവാം. നമുക്ക് 8 നമ്പർ ഉണ്ട്. സോ ഓഗസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 8 എന്നുള്ള ഡേറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ 8 ഒക്കെ ഈ നമ്പേഴ്സ് റെസനേറ്റും ആവാം. ഓക്കെ, എന്തായാലും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ബെറ്റർ ആവും. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ ട്രസ്റ്റ് വെച്ചാൽ മതി, ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ 2 റീഡിങ്. സെക്കൻഡ് പൈൽ അധികം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.